ഹലോ ഡിയർ മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ റിസൾട്ട് ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. വിജയിച്ചവർക്കും ഫുൾ മാർക്ക് വാങ്ങിയവർക്കും ഫുൾ A+ വാങ്ങിയവർക്കും 1-2 മാർക്കിന് പരാജയപ്പെട്ടു പോയവർക്കുൾപ്പെടെയുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി പരാജയപ്പെട്ട കുട്ടികൾ ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. 1-2 മാർക്കിന് മാത്രമായിരിക്കും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സോ അത് നിങ്ങളെ ഒട്ടും അലട്ടേണ്ട കാര്യമില്ല. ജൂൺ 12 തീയതി തൊട്ട് 20 തീയതി വരെ നിങ്ങളുടെ എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്താൽ മതി, അല്ലാതെ അത് ആലോചിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ചില കുട്ടികൾക്ക് വിചാരിച്ച ആ ഒരു മാർക്കിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, അവർക്കും നിരാശയായിരിക്കും ഉണ്ടാവുന്നത്. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ തയ്യാറായിട്ടുള്ളവർ അതിനു വേണ്ടി ശ്രമിക്കുക. അല്ലാതെ 1-2 മാർക്ക് പോയി, എവിടെയാണ് എനിക്ക് മാർക്ക് പോയത്, ഇനി അതിൻ്റെ ആൻസർക്ക് തപ്പിപ്പിടിച്ച് പോയി നോക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് കഴിഞ്ഞു പോയ പരിപാടിയാണ്. ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പരാജയപ്പെട്ട കുട്ടികൾ ചെയ്യേണ്ടത് ഇന്നു മുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളോ എന്തിനെങ്കിലും ആശ്രയിച്ച് മുന്നോട്ട് ദിവസങ്ങൾ പഠിച്ച് നീക്കണം. ഇപ്പോൾ ജയിച്ച കുട്ടികളുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാർ, അവരുടെ കയ്യിൽ നിന്ന് നോട്ട് കളക്ട് ചെയ്ത് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് പഠിച്ചു തുടങ്ങണം. കാരണം ഇവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഇറങ്ങാൻ സാധിക്കും. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സാം ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പാസ് ഔട്ടായിട്ട് അഡ്മിഷന് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സമയം ഒട്ടും കളയാതെ പരാജയപ്പെട്ട കുട്ടികൾ ഉടൻ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കും ഫുൾ മാർക്ക് നേടിയ കുട്ടികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ അവരോട് ഡയറക്റ്റ് തന്നെ പറയുവാണ്. എൻ്റെ കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മാർക്കുണ്ട്, വളരെ സന്തോഷം. മാത്സിന് A+ കുറേ അധികം കുട്ടികൾക്കുണ്ട്. അത് കേട്ടപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി. പിന്നെ കുറേ പേർക്ക് ഇംഗ്ലീഷിലാണെന്ന് തോന്നുന്നു മാർക്ക് നഷ്ടപ്പെട്ടത്. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നിങ്ങളുടെ അടുത്ത കടമ്പ അതിനെപ്പറ്റി ആലോചിക്കുക. ചിലവർ നീറ്റും JEE ഒക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിലവർ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിലർ ഡിഗ്രി എടുത്ത് പഠിച്ച് മുന്നേറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ മേഖല, അതിപ്പോൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് പോവുക. ശരിക്കും ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് കേട്ടോ. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്ത് അതിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ നേരിട്ട് തന്നെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ പേരിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ അറിയപ്പെടുന്നത്. ഫുൾ A+ നേടിയ കുട്ടിയുടെ അച്ഛനല്ലേ, ഫുൾ മാർക്ക് നേടിയ കുട്ടിയുടെ അച്ഛനല്ലേ, അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേരിലേക്ക് അഭിമാനിക്കുന്നവർ. സോ അവർക്ക് മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും നിങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും നിങ്ങളൊരു അഭിമാനം തന്നെയാണ്. അത് മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചർ സ്റ്റഡീസും അതേപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആശംസിക്കുവാണ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ പറയുന്നു. ഫ്യൂച്ചർ സ്റ്റഡീസ് നന്നായി അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറണം. ഇതോടുകൂടി നിങ്ങളുടെ സ്കൂൾ ജീവിതം അവസാനിക്കുവാണ് മക്കളെ. ഇനി കോളേജ് ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് വരുവാണ്. അത് വേറൊരു ലൈഫാണ്. അത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. സ്കൂൾ ജീവിതം 12 വർഷ കാലയളവ് ഇതോടുകൂടി അവസാനിക്കുവാണ്. പേടിക്കണ്ട, നിങ്ങളിപ്പോഴും കുട്ടികളൊക്കെ തന്നെയാണ്, ഇനിയും സമയമുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് ഇതേപോലെ പഠിച്ച് മുന്നേറുക. ഓൾ ദി ബെസ്റ്റ്.